സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പൊതിച്ചോറ് വിതരണത്തിനോടുള്ള ഒരു ചെറിയ വാത്സല്യ സ്പർശമാണ് കേട്ടോ ഈ മുട്ട പൊരിക്കല്. ഇത് കൊടുക്കുന്നവനാര് കഴിക്കുമെന്നോ കഴിക്കുന്നവനാര് തന്നുവെന്നോ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും ഈ മുട്ട പൊരിക്കാനും മീൻ വറക്കാനും പപ്പടം കാച്ചാനും ഒക്കെ ഒരു പ്രത്യേകതരം ആവേശം തന്നെയാണ് കേട്ടോ. അതിനുള്ള കാരണം ഇത് തീർച്ചയായും യഥാർത്ഥ അവകാശിയായി വിശക്കുന്ന വയറിന്റെ അന്നനാളത്തിനുള്ളിലൂടെ മാത്രമേ ഒഴുകിപ്പോവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഓരോ ഗ്രാമത്തിന്റെയും മണവും പൈതൃകവും ചേർന്നൊരുക്കിയ വാഴയിലയുടെ സുഗന്ധം ഇഴുകിച്ചേർന്നൊരു പച്ച നിറമുള്ള കവിതയാണ് ഓരോ പൊതിച്ചോറുകളും. 201 മേഖലകളാക്കി തിരിച്ചുകൊണ്ടാണ് ഈ പൊതിച്ചോറ് വിതരണം. ഇനി അടുത്ത 201 ദിവസമാണ് നമ്മുടെ നാട്ടിൽ ഈ പരിപാടി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലും വീട്ടിലുമൊക്കെ വലിയൊരു ഉത്സവമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടി സഹാക്കന്മാര് തലേ ദിവസം തന്നെ കറിക്കുള്ള കവർ കൊടുത്തുകൊണ്ട് പൊതിച്ചോറിന്റെ എണ്ണം ഉറപ്പിക്കുന്നു. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് ഓരോരോ വീട്ടിൽ നിന്നും പൊതിച്ചോറ് കളക്ട് ചെയ്യുന്നു. രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ 1, 2, 5, 10 വരെ പൊതിച്ചോറുകൾ തന്നുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയെ വമ്പൻ വിജയത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, ഓരോരോ പൊതിച്ചോറും നമ്മുടെ കൈകളിലേക്ക് ഇങ്ങോട്ട് തരുന്ന സമയത്ത് ഓരോരോ ബിരിയാണി അങ്ങോട്ട് വേടിക്കുന്ന ഒരു സന്തോഷം നമുക്ക് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. അപ്പോഴാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണെന്ന് തോന്നിപ്പോകുന്നത്. ഇതുപോലുള്ള അനുഭവങ്ങളും കാഴ്ചകളും നമുക്ക് ഇവിടെയല്ലാതെ മറ്റെവിടെ കാണാൻ പറ്റും? BJP-ക്കാരും കോൺഗ്രസുകാരും SDPI-ക്കാരും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് DYFI എന്ന പ്രസ്ഥാനത്തിനെ അംഗീകരിക്കുന്ന ഒരേ ഒരു കാഴ്ച. ഏതായാലും ഓരോ ദിവസവും കളക്ട് ചെയ്യുന്ന ഈ 5000-ഓളം പൊതികൾക്കുള്ളിൽ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാത്ത മറ്റൊരു ലോക റെക്കോർഡ് കൂടിയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഏകദേശം 2000-ഓളം വ്യത്യസ്ത രുചികളിലുള്ള കറികളാണ് ഈ നക്ഷത്രക്കൊടി ചുമലിലേറ്റിയ വാഹനവ്യൂഹത്തിലേറി എറിയുന്ന വയറിനെ തേടിപ്പോകുന്നത്. സമരവീരൻ ചോരാത്ത 201 രാവുകൾ ഉദിച്ചു വരുമ്പോൾ വന്നെത്തുന്ന ഈ ഒരു മഹോത്സവം ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾക്ക് അഭയമായി തീർന്ന നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കുള്ള പാതകൾ താണ്ടി വരാന്തയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച. ലോകത്തിലെ ഏറ്റവും വലിയ വിശപ്പെന്ന വികാരത്തിന്റെ നിഷ്കളങ്കമായ കണ്ണുകൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് മറ്റൊന്നിനെയായിരുന്നില്ല, വെള്ളയിൽ 4 അക്ഷരങ്ങൾ ചോര കൊണ്ടു ചാലിച്ച ആ ഒരു വെള്ളി നക്ഷത്രക്കൊടിയെ മാത്രമായിരുന്നു. എരിയുന്ന വയറിലേക്ക് ഒരു വിഴി നൽകുവാൻ ഉടയവർക്കു വേണ്ടി നീറുന്ന ഹൃദയം മറച്ചുവെച്ച മാറിൽ ചേർത്ത് പിടിച്ച ആ ഒരു പൊതിച്ചോറുകൾക്ക് രക്തത്തേക്കാൾ ചൂടുണ്ടാവും. അമ്മയുടെ മുലപ്പാല് പോലെ രുചിയുണ്ടാകുമോ?